Greetings and welcome back to Brown Girl. ഇന്നൊരു ചെറിയ കുസൃതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്ത്രീകളാരും പേടിക്കേണ്ട. ഒരു സൈബർ ക്രൈം എങ്ങനെ സ്ത്രീകൾക്ക് പോയി കംപ്ലൈൻറ്റ് ചെയ്യാം. ഒത്തിരി സ്ത്രീകൾ ഇതൊക്കെ പേടിച്ചൊളിച്ചിരിക്കുന്നവരുണ്ടെന്നറിയാം. പല പല കാര്യങ്ങളിലും ഫൈനാൻഷ്യലായാലും സൈബർ അറ്റാക്ക് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ ഒത്തിരി പേടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു പോലീസുകാർ നിങ്ങളെ പിടിച്ച് തിന്നാനൊന്നും ഇരിക്കുന്നില്ല. എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാം എന്നാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വഴിയെ ഓരോ കാര്യങ്ങളും പറഞ്ഞുതരാം, കൂടെ പോരൂ. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഓൾറെഡി സൈബർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ നമ്മൾക്ക് ഊബറിൻ്റെ 2 വീലർ ടാക്സി കിട്ടും കേട്ടോ. ആ 2 വീലർ ടാക്സി വിളിച്ചാൽ അവർ നമ്മളെ വന്ന് കൊണ്ടുപോയിക്കോളൂ. ഈ ട്രാഫിക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ 2 വീലറാണ് നല്ലത്. നമ്മൾ കഷ്ടപ്പെട്ട് ഓടിക്കേണ്ട, അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് ആക്കി തന്നോളും. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 വീലർ ടാക്സി എടുത്തിട്ട് പോവുകയാണ് അവരുടെ കൂടെ. സൈബർ ഓൺലൈൻ കംപ്ലയിൻറ്റിൻ്റെ മെസ്സേജ് ഇവിടെ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് FIR എടുക്കാൻ പോവുകയാണ്. അതിനൊരു ലെറ്റർ എഴുതി കൊടുക്കാൻ പറഞ്ഞു, അത് കൊടുത്തു. അല്ലാതെ അവർ നമ്മളെ കുത്തി ചോദിച്ചൊന്നും പേടിപ്പിക്കുന്നില്ല കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചോദിച്ച് അറിയുന്നത്. ആപ്പിളിൻ്റെ ലാപ്ടോപ്പൊക്കെയാണ് കേട്ടോ പോലീസ് സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ വെരി ഗുഡ്. അപ്പോൾ നമ്മൾക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് പ്രശ്നം വന്നാൽ എങ്ങനെയാണ് നമ്മൾ സൈബർ കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഫേസ്ബുക്കുകളിൽ ഇപ്പോൾ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. AI ട്രേഡ്, അതിന് ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ ഫേസൊക്കെയാണ് അവർ കാണിക്കുന്നത്. അതുപോലെ വീട്ടിൽ വെച്ച് പാക്ക് ചെയ്യുന്നത്, അതിന് നമ്മൾ ആദ്യം കുറച്ച് കാശ് കൊടുക്കും. ഇങ്ങനെ പല തട്ടിപ്പുകളും ഫേസ്ബുക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ തട്ടിപ്പാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മളുടെ CA ആയിട്ടുള്ള ഒരു കസിൻ്റെ അടുത്തും എൻ്റെ മക്കളുടെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും എല്ലാവരും ചോദിച്ച് കൺഫേം ചെയ്തതാണിത് തട്ടിപ്പാണെന്ന്. എന്നിട്ടും ചില സമയമുണ്ടല്ലോ, നമ്മൾക്കൊരു കുരുത്തക്കേട് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ഒരു സമയത്ത് ഞാനും ഒരു കുരുത്തക്കേട് ചെയ്തു. ഈ ഒരു കാര്യത്തിന് കൊണ്ട് കുറച്ച് കാശ് ഇട്ടതിന് ശേഷം തന്നെ ഇമ്മീഡിയറ്റ് ഞാൻ വീണ്ടും സെർച്ച് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതൊന്നും അല്ല, ഇത് തട്ടിപ്പ് തന്നെയാണെന്ന് മനസ്സിലായി. ഇമ്മീഡിയറ്റ് ഞാനത് സൈബറിൽ കംപ്ലയിൻറ്റ് ചെയ്തു. ഇതൊരു റിസ്ക് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഞാനിതിനായിട്ട് ചിലവഴിച്ചത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറയുക, നിങ്ങൾക്ക് വെറും 8,000 രൂപയല്ലേ, 80 ലക്ഷം മുടക്കിയവരാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതെന്ന്. ഒരു പാവം സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിൽ പെട്ട് അവരെ കൊണ്ട് കാശ് ചിലവാക്കിച്ച് 80 ലക്ഷം വരെ അവർ ലോണൊക്കെ എടുത്ത് ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാർ പറയുകയാണ്, അവർക്കും ഇങ്ങനെ ഒരു ടെംപ്റ്റായി, അവരും കുറച്ച് കാശ് ചിലവാക്കി. പിന്നീട് മനസ്സിലായത് തട്ടിപ്പാണെന്ന്. സീനിയർ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ വഴക്ക് പറഞ്ഞു, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഇതിനു വേണ്ടിയിട്ട് നടക്കാൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഞാൻ മാത്രമല്ലല്ലോ, കൂടെ ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ എനിക്ക് കൂട്ടായിട്ടെന്ന് മനസ്സിലായി. ഏത് പോലീസുകാരനും പറ്റുമല്ലോ ഒരബദ്ധം അല്ലേ. FIR എഴുതി സബ്മിറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് അക്കൗണ്ട് ഫ്രീസ്ഡ് എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് വരും. അന്നേരം നമ്മൾ സ്റ്റേഷനിൽ ചെന്നാൽ മതി. അതുവരെ റെസ്റ്റാണ്. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു, ഇനി ധൃതിയില്ല. അതുകൊണ്ട് ഓട്ടോ പിടിച്ചു പോവാം, 2 വീലറിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. പലവരും നമ്മളുടെ യൂട്യൂബിലുള്ള പല ഫ്രണ്ട്സും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചിലത് ചൈൽഡ് പ്രോണോഗ്രാഫിയെ പറ്റിയുണ്ട്, സൈബർ ബുള്ളിംഗ് ഉണ്ട്, സൈബർ സ്റ്റോക്കിംഗ് ഉണ്ട്, സൈബർ ഗ്രൂമിംഗ് ഉണ്ട്, ഓൺലൈൻ ജോബ് ഫ്രോഡ്, ജോലി വാങ്ങിച്ചു തരാം വാഗ്ദാനം പറഞ്ഞ് നല്ല ശമ്പളം വാങ്ങിച്ചു തരാം, ഓൺലൈൻ സെക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും, അത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും സെക്ച്വൽ നേച്ചറായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് നിങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച്, ചിലപ്പോൾ അവർക്ക് ഓൺലൈൻ സെക്സ് വേണമെന്നോ അല്ലെങ്കിൽ കാശ് വേണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുക. അപ്പോൾ അതൊന്നും കേട്ട് പേടിക്കരുത്. അതല്ലെങ്കിൽ സെക്സ്റ്റിംഗ് എന്ന് പറയും. സെക്സിനെ പറ്റി എന്തെങ്കിലും വീഡിയോസ് അയക്കുക, മെസ്സേജസ് അയക്കുക, ഫോട്ടോസ് അയക്കുക. ഇതിനൊക്കെ സൈബർ ബുള്ളിംഗ് എന്നാണ് പറയുന്നത്. സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടെയോ മൊബൈലിൽ കൂടെയോ
ലാപ്ടോപ്പിൽ കൂടെ ഇലക്ട്രോണിക് ഐറ്റംസിൽ കൂടെ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾക്ക് ഓൺലൈൻ കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. സൈബർ ക്രൈമിൻ്റെ ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പറാണ് ഞാനിവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഓൺലൈൻ യൂസ് ചെയ്യാൻ അറിയാവുന്നവർ ഈ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പർ 1930 വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതായത് ജൂനിയർ ഓഫീസേഴ്സ്. അവർ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ട് അവർ തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ID നമ്പറും ലെറ്ററും അയക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മതി. മറ്റുള്ളവർ നന്നായിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾ തനിയെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തനിയെ വായിച്ചു നോക്കി ഈ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്കും ഇതിനെപ്പറ്റി പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1 by 1 ആദ്യം നിങ്ങൾ ഇമെയിൽ ID, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് ഇവിടെ രജിസ്റ്റർ ചെയ്യുക. കംപ്ലൈൻറ്റ് ത്രൂ ഓൺലൈൻ ഓർ ഫോൺ ആണെങ്കിലും അവർ നിങ്ങൾക്ക് ആ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം സൈബറിൽ നിന്ന് അയച്ചു തരും വിത്ത് റെഫറൻസ് നമ്പർ. ഇത് നിങ്ങളൊരു സെറോക്സ് കടയിൽ പോയിട്ട് അവിടുന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്തതോടുകൂടി നിങ്ങളൊരു ലെറ്റർ റിക്വസ്റ്റ് ഇൻസ്പെക്ടറിന് അയക്കുക, എനിക്കിങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട്. ഈ 2 ലെറ്ററുമായിട്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടത്. സൈബറിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും 24 മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വന്ന സ്ക്രീൻഷോട്ട്സോ മെയിലോ വോയിസ് റെക്കോർഡോ എന്താണെങ്കിലും ഒന്നും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. എല്ലാം നിങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ നോക്കുക. ലേറ്റ് ആയാൽ അവരോട് പറയുക, ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, ആരെങ്കിലും സഹായം വേണ്ടമായിരുന്നു, അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയുക. സൈബറിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ അതും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രിൻ്റൊക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. കഴിയുന്നതും ഡിലീറ്റ് ആവരുത്. നിങ്ങൾക്ക് വരുന്ന ഓരോ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്ത് കളയാതെ, നശിപ്പിച്ച് കളയാതെ സൂക്ഷിച്ച് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഫോൺ നമ്പേഴ്സ്, അഡ്രസ്സ് ഒക്കെ കൊടുക്കേണ്ടി വന്നാൽ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരിക്കാം 90%. പക്ഷെ ആരെങ്കിലും 1-2 പേരോ മാത്രമായിരിക്കും ഉപദ്രവകാരികൾ. അവരെ നിങ്ങൾ മനസ്സിലാക്കുക. നല്ല സപ്പോർട്ടേഴ്സിനെ, നല്ല ഫ്രണ്ട്സിനെ സംശയത്തിൻ്റെ പേരിൽ നിങ്ങൾ ക്രൂശിക്കരുത്. ഉപദ്രവകാരിയോ ഉപദ്രവകാരനോ ആണെങ്കിൽ മാത്രം ആക്ഷൻ എടുത്താൽ മതി. നമ്മൾക്ക് ഒത്തിരി നല്ല നിയമങ്ങൾ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രം, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് അതിനെ വളച്ചൊടിക്കുകയോ അനാവശ്യമായ ഇടങ്ങളിൽ അത് വലിച്ചിഴക്കരുത്. സോ ഇത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൾ സൂൺ. ബൈ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് കറങ്ങി അവരോടൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ട് FIR ഒക്കെ സബ്മിറ്റ് ചെയ്ത് പോന്നു കേട്ടോ. ഒരു പൈസ അവർ വാങ്ങിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ബ്രൈബൊക്കെ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച്. പക്ഷെ അതൊന്നും എടുത്തില്ല. കുറേ തമാശയൊക്കെ പറഞ്ഞു. ഇൻസ്പെക്ടറും കംപ്ലൈൻറ്റ് എടുക്കാൻ നിൽക്കുന്നവരും റിസപ്ഷനിലിരിക്കുന്ന പോലീസുകാരത്തി എല്ലാം നല്ല തമാശയായിട്ടൊക്കെ പറഞ്ഞിങ്ങ് പോന്നു. എന്താണെന്ന് വഴിയെ കാണാം.